ആഗം മീഡിയയുടെ ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. വിശ്വ പൗരനെന്ന് സ്വയം അവകാശപ്പെടുന്ന മാന്യനായ ശശി തരൂരിനെ കുറിച്ചാണ് നാം ഇന്ന് വിശകലനം ചെയ്യുന്നത്. 24-ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി ഇംഗ്ലീഷിൽ പുസ്തകങ്ങൾ എഴുതുന്നു. വളരെ ഒഴുക്കോടുകൂടെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ MP ആണ്. 4-ാമത്തെ പ്രാവശ്യമാണ് തിരുവനന്തപുരത്ത് നിന്ന് MP ആയി തീർന്നത്. അതിനോടൊപ്പം തന്നെ UNOയിൽ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തീരുവാൻ പരിശ്രമിച്ചു, പരാജയപ്പെട്ടു. ഇതിനിടയ്ക്കാണ് അദ്ദേഹം MP ആയി തീർന്നത്. വാസ്തവത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തി കാണിച്ച ദലിതനായ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിലും അദ്ദേഹം എല്ലാ നിലയിലും മാന്യനായ കോൺഗ്രസ് പ്രസിഡന്റ് ആകേണ്ട വ്യക്തി, ഇപ്പോൾ ആയിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിനെതിരെയാണ് ഇദ്ദേഹം മത്സരിച്ചത്. അപ്പോൾ പൊതുവികാരത്തിനെതിരെ മത്സരിക്കുകയും അടിച്ചമർത്തപ്പെട്ട ആളുകൾ ഉയർന്നു വരുന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു നിഗളപ്പിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം കേന്ദ്രമന്ത്രിയായി ഒട്ടേറെ കാര്യങ്ങൾ വിദഗ്ധമായി ചർച്ച ചെയ്യുവാൻ സാമർഥ്യമുള്ള ആൾ തന്നെയാണ്. ചരിത്രപരമായിട്ട് അവഗാഹമില്ല എങ്കിലും രാഷ്ട്രീയ കാര്യങ്ങൾ വിശകലനം ചെയ്യുവാൻ സാമർഥ്യം അറിയിച്ചിട്ടുള്ളത് ശരി തന്നെ. പക്ഷെ കോൺഗ്രസ് MP ആയിരിക്കെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവെന്ന നിലയിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുകയും കോൺഗ്രസിന്റെ നയരൂപീകരണങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ ബാധ്യതയുമുള്ള ഈ ശശി തരൂർ പ്രതിപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നു. പിണറായി വിജയനെ പോലും പുകഴ്ത്തുന്നു. ഒപ്പം ഒന്നിലധികം പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന BJPയുടെ നേതാവിനെ, അല്ലെങ്കിൽ ഒരളവിൽ മതേതരവാദികൾ ഒരു കാലത്തും അംഗീകരിക്കാൻ പാടില്ലാത്ത നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറയുന്ന അദ്ദേഹം ഒരു കാലത്തും കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ യോഗ്യനല്ല, അഥവാ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയായി തീരുവാൻ യോഗ്യനല്ല. മാന്യമായ നിലയിൽ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കണം. നെഹ്റുവിനെ ഇകഴ്ത്തി പറയുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ, അഥവാ എമർജൻസി കാലഘട്ടത്തെ താഴ്ത്തി പറയുന്നുണ്ട്. അഭിലഷണീയമാണ്. ഇന്ദിരാഗാന്ധിയും നെഹ്റുവും വാസ്തവത്തിൽ കോൺഗ്രസ് വിരുദ്ധ ചേരിയിലുള്ളവർ. ചിന്തിക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി കാര്യമായ ഒരു സംഭാവനയും ചെയ്യുന്നു പറയാനാവില്ല. നെഹ്റുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പാവപ്പെട്ടവന് വേണ്ടി സംസാരിക്കുകയും ചെയ്ത ഒരു നേതാവാണ്. ഡോക്ടർ അംബേദ്കർ ഇന്ത്യ കണ്ടതിലേക്ക് ഏറ്റവും പ്രതിഭാശാലിയായ ഒരു നേതാവാണ്. ഭരണഘടനാ ശില്പിയാണ്, ദലിതരുടെ മഷീകയാണ്. അദ്ദേഹത്തെ വാസ്തവത്തിൽ ഇകഴ്ത്തി കാണുവാൻ, അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് മാറിക്കാണുവാൻ ആഗ്രഹിച്ചൊരു നേതാവാണെന്ന് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അങ്ങനെ പിന്നണിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ പിന്നോക്കത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കേണ്ടവർ ഒരു കാലത്ത് മുൻപന്തിയിലേക്ക് വരുവാൻ ആഗ്രഹിച്ച ഒരു നേതാവല്ല നെഹ്റു. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി ജഗജീവൻ റാമിനെ നിലനിർത്തിക്കൊണ്ടുപോയത് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. മൊറാർജി ദേശായിയും മറ്റും കോൺഗ്രസിനെതിരെ കലാപങ്ങൾ ഉയർത്തി വിട്ട സാഹചര്യത്തിൽ ജഗജീവൻ റാമിന്റെ ആവശ്യമുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ തഴയുകയോ ഒതുക്കുകയായിരുന്നു ചെയ്തത്. പ്രധാനമായിട്ടും ദലിതരെയും മുസ്ലിങ്ങളെയും ബ്രാഹ്മണരെയും
ഇണചേർത്തുകൊണ്ട് ഒരു ഭരണ പ്രക്രിയയാണ് ഇന്ദിരാഗാന്ധി നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ ഈ വാസ്തവത്തിൽ നെഹ്റു കുടുംബം ഇവിടത്തെ കീഴാള വർഗത്തെ ഉദ്ധരിച്ചായി കാണുന്നില്ല. അതുകൊണ്ട് എമർജൻസി പീരീഡ് അദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ചെയ്ത കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രതിപക്ഷത്തെ താഴ്ത്തിക്കെട്ടുക, അടിച്ചമർത്തുക, ഒപ്പം തന്റെ മകൻ സഞ്ജയ് ഗാന്ധിയെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കൊണ്ടുവരിക, ഇതായിരുന്നു എമർജൻസിയുടെ ലക്ഷ്യം. അത് പൊതുവായി സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ശശി തരൂരിനെ പോലെ ഒരാള് കോൺഗ്രസിന്റെ MP ആയിരുന്നുകൊണ്ട് കോൺഗ്രസിന് വിരുദ്ധമായി സംസാരിക്കുന്നത് ഒരു കാലത്തും അംഗീകരിക്കുവാൻ സാധ്യമല്ല. മറ്റേതെങ്കിലും പാർട്ടിയിൽ ഉൾപ്പെട്ട ആളായിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും അദ്ദേഹത്തെ ഈ മന്ത്രിസഭയിൽ തുടരുവാൻ അനുവദിക്കുമായിരുന്നില്ല. എന്നിട്ടും ഇപ്പോൾ അതിൽ ചടഞ്ഞുകൂടിയിരിക്കുകയാണ് അദ്ദേഹം. വലിയ പണ്ഡിതനാണെന്ന ഭാവത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആ പ്രസ്ഥാനത്തിന്റെ വക്താവായി തുടരുകയും ആ പ്രസ്ഥാനത്തിന്റെ നയ രൂപീകരണങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട നേതാവാണ് തരൂർ. ഒപ്പം ഈ അടിയന്തരാവസ്ഥയെ തള്ളിപ്പറഞ്ഞ തരൂർ ഇപ്പോൾ അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടല്ലോ, മോഡിയുടെ നേതൃത്വത്തിൽ അഴിമതി പൂണ്ട ഒരു ഭരണം കേരളത്തിലുണ്ടല്ലോ, അവരെ ഒരു കാരണവശാലും സംരക്ഷിക്കാനോ അതിനെ മഹത്വവൽക്കരിക്കാനോ തയ്യാറാകാൻ പാടില്ലാത്ത തരൂർ ഇപ്പോഴിതാ ഈ പ്രതിപക്ഷത്തെയൊക്കെ ശ്ലാഘിക്കുന്നു, അഭിനന്ദിക്കുന്നു, ഒപ്പം കോൺഗ്രസിന്റെ ദോഷവശങ്ങളെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു നേതാവ് ഈ ഇന്ത്യയിൽ ആവശ്യമില്ല. ഒരു കോൺഗ്രസിന്റെ നേതാവായി തീരുന്നതും ഭൂഷണമല്ല. അദ്ദേഹം ഏതോ പുസ്തകങ്ങൾ രചിക്കുകയും മറ്റും ചെയ്തുകൊണ്ട് അമ്പട ഞാന് എന്ന ഭാവത്ത് നടക്കുന്നുണ്ടാകാം. ഈ തൻപോരിമ അദ്ദേഹത്തിന് ഒരിക്കലും ഭൂഷണമല്ല. അദ്ദേഹം വാസ്തവത്തിൽ ആ പൊസിഷൻ രാജിവെക്കേണ്ടതാണ്. കോൺഗ്രസ് ഒരു MP സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ അദ്ദേഹത്തോട് കാര്യമായി ഇടപെടുന്നില്ലായിരിക്കാം. പക്ഷേ അദ്ദേഹം പൊതുപ്രവർത്തകൻ നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇനിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ BJPയിലേക്ക് പോകുന്നത് നല്ലതാണ്. BJPയിലേക്ക് പോയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് നമുക്കറിയാം. സുരേഷ് ഗോപിയെ പോലെ ഒരു മിമിക്രിക്കാരന്റെ വേഷം ധരിച്ച് ജീവിക്കാം. അല്ലെങ്കിൽ PC ജോർജിനെ പോലെ, അബ്ദുള്ള കുട്ടിയെ പോലെ യാതൊരു തരത്തിലും ജനങ്ങളുടെ അഭിലാഷങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിവില്ലാത്ത മരമണ്ടൂസുകളായി വേണമെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും. കേരളത്തിൽ നിന്ന് അനേകര് BJP ചേർന്നിട്ടുണ്ടല്ലോ. അവരുടെ അവസ്ഥയെക്കുറിച്ച് തന്നെ ഒരു റിസർച്ച് നടത്തിയാൽ അവരൊരു കാലത്തും സംതൃപ്തല്ലെന്നറിയാം. അതുകൊണ്ട് BJPയിലേക്ക് പോകുന്നത് മതേതരത്വവാദിയായ തരൂരിന് ചേർന്നതല്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം അതിന് തീരുമാനിക്കട്ടെ. പക്ഷെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ചേർന്ന ഒരു പ്രതിഭാശാലി അല്ല തരൂർ എന്ന് വ്യക്തം. ഞങ്ങളുടെ ഈ വിശകലനങ്ങളെ, രാഷ്ട്രീയവും സാമൂഹികപരവുമായിട്ടുള്ള വിശദീകരണങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ദയവായി അഭ്യർത്ഥിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.